മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ഗണിതം ഇന്ന് നടന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമൊക്കെ ഈസി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്തൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വലിയ ബക്കറ്റിൽ 45 ലിറ്റർ വെള്ളവും ചെറിയ ബക്കറ്റിൽ 15 ലിറ്റർ വെള്ളവും ഉണ്ട്. വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 50 ലിറ്ററും ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 20 ലിറ്ററുമാണ്. ചോദ്യം, വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ബക്കറ്റ് എന്ന് പറയുന്നത് 50 ആണല്ലേ, ചെറിയത് 20ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 20 ഡിവൈഡഡ് ബൈ 50 എന്ന് എഴുതാം. അപ്പോൾ അതിലെ 0 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2/5 എന്ന് കിട്ടും. ഓക്കെ, 2/5 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 2/5 എന്നുള്ളതാണ്. ഇനി ചെറിയ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ എത്ര മടങ്ങാണ് വലിയ ബക്കറ്റിലെ വെള്ളം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 × 2 എന്താണ് 20 എന്ന് പറയുന്നത് 50ൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ അവിടെ 3 എന്നാണ് ഉത്തരം വരിക, 3 എന്ന് ഉത്തരം കിട്ടും. ഇനി സി, ചെറിയ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ എത്ര ഭാഗം ഒഴിച്ചാൽ വലിയ ബക്കറ്റ് നിറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ബക്കറ്റ് നിറയാൻ 5 ലിറ്റർ വെള്ളം വേണം. ഓക്കെ, 5 ലിറ്റർ വെള്ളമാണ് വേണ്ടത്, 5 ലിറ്റർ വെള്ളം വേണം. ഇനി ഡി, 1/3ൻ്റെ 3 മടങ്ങിന് തുല്യമായത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1/3 തുല്യമായിട്ടുള്ളത് ഓപ്ഷൻ എ 3 1/3, 3 1/3, 3 1/9. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 3/3 എന്ന് പറയുന്നതാണ് 1/3ന് 3 മടങ്ങ് ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2 വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോണ് മട്ടക്കോണായ ഒരു ത്രികോണം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള അളവിൽ നമ്മൾ മട്ടക്കോൺ വരക്കാണ് വേണ്ടത്. വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും എടുക്കുക. എന്നിട്ട് മട്ടക്കോണാണ്. മട്ടക്കോൺ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാം, 90 ഡിഗ്രിയിലാണ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി ബി ചോദ്യം, മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, 5 സെൻറ്റിമീറ്റർ. ഇനി താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതു ത്രികോണത്തിലും കോണുകൾക്കും വശങ്ങൾക്കും ഒരേ വലിപ്പ ക്രമമായിരിക്കും. ബി, ഏതു ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ വലുതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ബി ആണ് ശരിയല്ലാത്തത്. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, എക്സാം കഴിഞ്ഞ പേപ്പർ ആയതുകൊണ്ടാണ്. ഇനി ഇതിൽ സിയും ഡിയും ഒക്കെ ശരിയാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 3A 3Bയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 3A നമുക്ക് നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് 6 ചതുരശ്ര മീറ്ററും അതിൻ്റെ വീതി 1.5 മീറ്ററുമാണ്. പൂന്തോട്ടത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നീളം എത്രയായിരിക്കും കൂട്ടുകാരെ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അഥവാ 6 3/4 ഹരിക്കണം 1/2. എത്രയാണ് ആൻസർ കിട്ടുക? 4.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ബി, പൂന്തോട്ടത്തിൻ്റെ നീളവും വീതിയും മടങ്ങും ഭാഗവുമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീതിയുടെ 3 മടങ്ങാണ് നീളം എന്ന് പറയുന്നത്. വീതിയുടെ 3 മടങ്ങാണ്. അതുപോലെ തന്നെ നീളത്തിൻ്റെ 1.5 ഭാഗമാണ് വീതി എന്ന് പറയുന്നത്. ഇനി സി, താഴെ കൊടുത്തതിൽ 1 2/3ൻ്റെ വ്യുൽക്രമം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ 2/3, ബി 5/3, സി 3/5, ഡി 3/2 എന്നുള്ളതാണ്. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3/5 എന്നുള്ളതാണ്. ഇനി ഇതിലെ അല്ലെങ്കിൽ എന്ന് പറയുന്ന അടുത്തൊരു ഓപ്ഷനിലുള്ള ചോദ്യം 3B ആണ്. ഒരു ജനൽ ഉണ്ടാകുന്നതിന് 1.5 മീറ്റർ നീളവും 12 കമ്പിയും 1/3 മീറ്റർ നീളമുള്ള 12 കമ്പിയും വേണം. ഇനി എ ചോദ്യം, 1 മീറ്റർ കമ്പിയിൽ നിന്ന് 1/3 മീറ്റർ വീതം നീളമുള്ള എത്ര കമ്പികൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കമ്പികളാണ്? 3 കമ്പികളാണ് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ജനൽ നിർമ്മിക്കാൻ 6 മീറ്റർ നീളമുള്ള എത്ര കമ്പികൾ വേണം? എത്ര കമ്പികളാണ് നമുക്ക് വേണ്ടത്? 1.5 മീറ്റർ നീളമുള്ള 12 എണ്ണത്തിൻ്റെ ആകെ നീളം 18 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, 1/3 മീറ്റർ നീളമുള്ള 18 എണ്ണത്തിന് 6 മീറ്റർ എന്ന് എഴുതുക. ആകെ 24 മീറ്റർ എന്നും 4 കമ്പികളുമാണ് വേണ്ടത്. 24 മീറ്റർ വേണം. അതുപോലെ തന്നെ 4 കമ്പികളും വേണം, 4 കമ്പികൾ.
ഇനി സി ചോദ്യം 3/4 ഹരിക്കണം 1/2 തുല്യമായത് ചുവടെ തന്നതിൽ ഏതാണ്? എ 3/4 × 1/2, ബി 3/4 ഹരിക്കണം 2, സി 4/3 ഹരിക്കണം 2, ഡി 3/4 × 2. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 3A-യും 3B-യും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതിൽ 3A നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തര കോണുകളാണ്. CEF ഒരു മട്ടകോണാണ്. കോൺ ABF എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ കോണ് ത്രികോണത്തിലെ മറ്റു 2 കോണുകളുടെ അളവുകൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മറ്റേ കോൺ എന്ന് പറയുന്നത്? മറ്റു കോൺ എന്ന് പറയുന്നത് ഒന്ന്, ഉത്തരം ഇവിടെ എഴുതാം, കോൺ CFE എന്നുള്ളതാണ്. CFE എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ കോൺ ECF എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി ബി കോൺ BFCയുടെ അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. BFC എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, 120 ആണ്. കാരണം എന്താണ്? മൊത്തം അത് 180 ആണ്. അതിൽ 60 ഓൾറെഡി ഉണ്ട്, ബാക്കി 120 ആണ്. ഇനി ABCE എന്നീ വരകൾ സമാന്തര വരകൾ അല്ലെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? കോൺ ABEയും CEFൻ്റെയും തുക 180 അല്ല. ഓക്കെ, കോൺ ഏതൊക്കെ കോണുകളാണ്? കോൺ ABEയും അതുപോലെ തന്നെ കോൺ CEFും 180 അല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? സമാന്തര വരകളല്ല. സമാന്തര വരകൾ ആയിരുന്നെങ്കിൽ അത് രണ്ടും 180 ആകുമായിരുന്നു. ഇനി ഇതിലെ ഡി ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ സമാന്തര വരയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? എ സമാന്തര വരകൾക്കിടയിലെ ലംബ ദൂരം എല്ലായിടത്തും തുല്യമായിരിക്കും. അതുപോലെ തന്നെ സമാന്തര വരകൾ മറ്റൊരു വരയുമായി ഒരേ ചെരിവിലായിരിക്കും. ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കോണുകളും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ഡി സമാന്തര വരകൾ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ഇതാണ് തെറ്റായ പ്രസ്താവന. ഇനി ഇതിലെ 4B നോക്കാം. ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തരമാണ്. കോണ് CPBയുടെ അളവ് 130 ആണ്. കോൺ AOCയുടെ അളവ് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എ ചോദ്യം കോൺ BPD എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. BPD 50 ഡിഗ്രിയാണ്. ഓക്കെ, 50 ഡിഗ്രിയാണ്. കോൺ ABP എന്ന് പറയുന്നത് 50 ആണ്. അതുപോലെ CEBF എന്നീ വരകൾ സമാന്തര വരകളാണെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ECD എന്ന് പറയുന്ന ഏത് കോണ്? ഈ ECD എന്ന് പറയുന്ന ഈ കോൺ എന്താണ്? 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ECയുടെയും BPCയുടെയും തുക 180 ആണ്. അഥവാ ECD എന്ന് പറയുന്ന ഈ കോണ് 50 ആണ്. അതുപോലെ തന്നെ BPC എന്ന് പറയുന്ന ഇത് 130 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 ആണ്. അതുകൊണ്ട് ഇത് സമാന്തര വരകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഡി സാമാന്തരികവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എതിർ കോണുകൾ തുല്യമാണ്. എതിർവശങ്ങൾ തുല്യമാണ്. 4 വശങ്ങളും എല്ലായ്പ്പോഴും തുല്യമാണ്. സാമാന്തരികത്തിലെ ഒരു ചെറിയ കോണിൻ്റെയും ഒരു വലിയ കോണിൻ്റെയും അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? സി എന്ന് പറയുന്നതാണ്. ഓക്കെ, തെറ്റായ പ്രസ്താവന സി എന്നതാണ്. ഇനി 5ാമത്തേത്, ചതുരത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. എ ചോദ്യം, താഴത്തെ വശത്തിന് 1/4 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര ഭാഗങ്ങളാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എത്ര ഭാഗങ്ങളാക്കാൻ വേണ്ടി പറ്റും? 18 ഭാഗങ്ങൾ ആക്കാൻ വേണ്ടി പറ്റും. ബി ചോദ്യം, ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 2/1/4 ആണ് ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. സി ഇതിൻ്റെ ഉത്തരമാണ് കേട്ടോ. മാറിപ്പോയി. ചതുരത്തിൻ്റെ നീളം വീതി നീളത്തിൻ്റെ അരഭാഗമാണ്. വീതി എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് 2/4 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 81/8 അല്ലെങ്കിൽ 10/1/8 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡി 2/1/3ൻ്റെ 2 മടങ്ങിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 4 + 1/3, ബി 4 2/6, 4 2/3, 2 2/6 എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് തുല്യമായിട്ടുള്ളത്? 4 സി ആണ്. 4 2/3 എന്നുള്ളതാണ്. ഇനി
അടുത്തത് ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്ന രീതിയിൽ പാറ്റേൺ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വലിയ ത്രികോണം വരച്ച് വശങ്ങളുടെ മധ്യബിന്ദുവിൽ കണ്ടെത്തി അവ യോജിപ്പിച്ച് ത്രികോണങ്ങൾ വരച്ചാൽ ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഷെയ്ഡ് കൊടുത്ത് ഭംഗിയാക്കിയാൽ മതി. ഇനി ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ അളവുകളാണ് എ ഭാഗത്ത് കൊടുത്തത്. ഈ വശങ്ങൾക്ക് യോജിച്ച മൂന്നാമത്തെ അളവ് ബി ഭാഗത്ത് ചേർത്ത് എഴുതിയതിൽ ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ 2, 4, അതുപോലെ തന്നെ ബി അതിലെ 1, 12 എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് 9, 4. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാണെന്ന് പറഞ്ഞു തരാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അഥവാ എ 3, ബി 1, സി 2 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് സിമ്പിൾ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ചില ക്വസ്റ്റ്യൻസ് മാത്രം ചില കൺഫ്യൂഷൻസ് ഉള്ളൂ. നന്നായി പഠിച്ച കുട്ടികൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാകും. ക്ലാസ്സുകളൊക്കെ കണ്ടവർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.